ഹായ് ഫ്രണ്ട്സ്, നമ്മളൊരു ട്രാവൽ വീഡിയോ കേട്ടോ ഇത് ചെയ്യുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ് കേട്ടോ. തമിഴ്നാട് ബോർഡറായ പാറശാലയാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് തമിഴ്നാടിൻ്റെ ഭാഗത്താണ് കേട്ടോ. അവിടെ ഫുള്ളുള്ളത് കേരളത്തിൻ്റെ ലോട്ടറിയാണ് കേട്ടോ. കേരള ലോട്ടറി. കാരണം അവിടെ തമിഴ്നാട് ലോട്ടറി ഇല്ല കേട്ടോ. അപ്പോൾ കേരളത്തിൻ്റെ ലോട്ടറിയാണ് കേട്ടോ തമിഴ്നാട് ഫുള്ളും വിൽക്കുന്നത്. ഈ ബോർഡർ കഴിഞ്ഞാൽ ഫുള്ളും ലോട്ടറിയാണ് കേട്ടോ. നമ്മുടെ യാത്രയിലെ ആദ്യ സ്റ്റോപ്പ് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ കുമാരകോവിൽ എന്നൊരു ചെറിയൊരു ഗ്രാമമാണ് കേട്ടോ ഇത്. ഈ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ശ്രീ കുമാരസ്വാമി ക്ഷേത്രം. തമിഴ്നാട്ടിലെ മറ്റു ക്ഷേത്രങ്ങൾ പോലെ തന്നെ ഈ ക്ഷേത്രത്തെ അകം ഫുള്ളും കരിങ്കൽ കൊണ്ടാട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ അകത്ത് ഫുള്ള് നല്ല തണുപ്പാണ് കേട്ടോ. പുറത്ത് ചൂടാണെങ്കിൽ പോലും അതിൻ്റെ അകത്ത് നല്ലൊരു തണുപ്പുള്ള അന്തരീക്ഷമാണ് കേട്ടോ. അതുപോലെ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റും നിറയെ മലനിരകളാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഇഷ്ടം പോലെ കുരങ്ങന്മാരെ കാണപ്പെടുന്നുണ്ട്. ഈ ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകതയാണ് കേട്ടോ ഇവിടുത്തെ പ്രതിഷ്ഠ. ഇവിടുത്തെ പ്രതിഷ്ഠ നമ്മൾ 10 അടി ഉയരമുള്ള മുരുക ഭഗവാന്റെ പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ മുരുക ഭഗവാനും വള്ളി ദേവിയുടെയും വിവാഹം ഇവിടെ വെച്ച് നടന്നതായി പറയപ്പെടുന്നു. ഈ ക്ഷേത്രത്തിലേക്ക് തിരുവനന്തപുരത്തിൽ നിന്നും റോഡ് മാർഗം 45 കിലോമീറ്ററാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തുള്ളവർക്ക് പെട്ടെന്ന് വരാൻ പറ്റിയൊരു തമിഴ്നാട് ക്ഷേത്രം കൂടിയാണ് കേട്ടോ ഇത്. ഞാൻ പോയ സമയത്ത് നല്ലൊരു മഴറ്റയമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അവിടുത്തെ മലനിരകൾ കോടമഞ്ഞ് അങ്ങ് ഇറങ്ങി വരുന്ന നല്ലവർക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ അതിൻ്റെ അടുത്ത് തന്നെ തൊട്ടടുത്തൊരു ചെറിയൊരു ഗണപതി ക്ഷേത്രം ഉണ്ട് കേട്ടോ. ചെറിയ പ്രതിഷ്ഠയുള്ള ഒരു ഗണപതി ക്ഷേത്രം കേട്ടോ. അത് നിൽക്കുന്നത് വെച്ചാൽ ഒരു ചെറിയൊരു കുളത്തിന് നടുവിലാണ് കേട്ടോ. അത് തന്നെ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പ്രദേശമാണ് കേട്ടോ. ഈ കുളത്തിനപ്പുറത്തായിട്ട് നെൽവയലുകളും അതേപോലെ വാഴത്തോപ്പുകളും അതേപോലെ തെങ്ങുകളും ഉള്ള കൃഷിയിടങ്ങളാണ് കേട്ടോ ചുറ്റുമുള്ളത്. അതിനപ്പുറമായിട്ട് നിറയെ മലനിരകളാണ് കേട്ടോ ദൂരെ. അത്യാവശ്യം വൺ ഡേ ട്രിപ്പിന് പറ്റിയൊരു സ്പോട്ടും കൂടിയാണ് കേട്ടോ. നല്ല തമിഴ്നാടൻ ഗ്രാമഭംഗി കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ട്രിപ്പ് അടിപൊളിയായിരിക്കും.